ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മൊഡ്യൂൾ 4ൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മളത് പഠിച്ചു. അവിടെ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ നമ്മൾ പറഞ്ഞു ഡിസ്കൗണ്ട് ചെയ്യാനായിട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് ഉപയോഗിക്കുന്നത് അല്ലേ. ഹഡിൽ റേറ്റ്, മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. നമ്മൾ ചെയ്തു ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലൊക്കെ ധാരാളം യൂസ് വരുന്നുണ്ട്. കാരണം ക്യാപിറ്റൽ ബഡ്ജറ്റിൽ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യാനായിട്ട് ടൈം വാല്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. സോ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത്. സോ ഇത് പിന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നൊക്കെ പറയാം. മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിസ് ഈസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ലോങ് ടേം ഫൈനാൻസ് ഒൺലി. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഫണ്ടുകളെ തന്നെ നമുക്ക് ഷോർട്ട് ടേം ഫണ്ടുകളെന്നും ലോങ് ടേം ഫണ്ടുകളെന്നും ക്ലാസിഫൈ ചെയ്യാം. ഷോർട്ട് ടേം ഫണ്ട് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ഇയർ മെച്യൂരിറ്റി ഉള്ളത്, ലോങ് ടേം ഫണ്ട് എന്ന് പറഞ്ഞാൽ 1 ഇയറിന് മുകളിൽ മെച്യൂരിറ്റി ഉള്ളത്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നൊക്കെ നമ്മൾ മീൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ കോസ്റ്റ് ഓഫ് ലോങ് ടേം ഫൈനാൻസ് ആണ്. ലോങ് ടേം 1 ഇയറിന് മുകളിൽ മെച്യൂരിറ്റി ഉള്ള ഫണ്ടുകളുടെ കോസ്റ്റ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഷോർട്ട് ടൈം നമ്മൾ വേറെ പഠിക്കും. അപ്പോൾ ഇവിടെ ആദ്യം അത് മനസ്സിലാക്കണം. എല്ലാം ഇവിടെ ലോങ് ടേം ഫണ്ടുകളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് ഈ ലോങ് ടേം ഫണ്ടുകൾ വരുന്നത്. അപ്പോൾ ലോങ് ടേം ഫണ്ടുകൾ നമുക്ക് മെയിനായിട്ട് 4 അല്ലെങ്കിൽ 3 ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഡെപ്റ്റുകൾ, നമ്മൾ പല ക്ലാസ്സുകളിലും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒന്ന് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡെപ്റ്റ്, എക്സ്റ്റേണൽ പുറമേ നിന്ന് എടുക്കുന്ന ഡെപ്റ്റ്. അത് ലോണുകളാവാം, ബോണ്ടുകളാവാം, ഡിബഞ്ചറുകളാവാം, അങ്ങനെയുള്ളതെല്ലാം എക്സ്റ്റേണൽ ഡെപ്റ്റിൽ വരും. 2 പ്രിഫറൻസ് ഷെയർ പലതരത്തിലുള്ള പ്രിഫറൻസ് ഷെയറുകളുണ്ട്. അത് ആവാം. അതിൻ്റെ പ്രത്യേകത എന്താ, ഇൻട്രസ്റ്റിന്, ലോണിന് അല്ലെങ്കിൽ ഡെപ്റ്റിന് നമ്മൾ റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നത് ഇൻട്രസ്റ്റ് ആണ്. എന്നാൽ പ്രിഫറൻസ് ഷെയറിന് നമ്മൾ റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നത് ഡിവിഡൻഡ് ആണ്. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ഇൻട്രസ്റ്റ് ഒരു എക്സ്പെൻസ് ആണ്, ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. അതായത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഡിവിഡൻഡ് കൊടുത്താൽ മതി. എന്നാൽ ഡെപ്റ്റ്, ഇൻട്രസ്റ്റ് അങ്ങനെയല്ല. ഈവൻ ലോസിലാണെങ്കിലും കമ്പനീസ് ഒബ്ലിഗേറ്റഡ് ടു പേ ഇൻട്രസ്റ്റ്. ഓക്കെ, അടുത്താണ് ഇക്വിറ്റി ക്യാപിറ്റൽ. അപ്പോൾ മൂന്നാമത്തെ ഇക്വിറ്റി വരാം. ഇക്വിറ്റി തന്നെ നമുക്ക് വേണമെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് യൂസ് ചെയ്യാം. റീറ്റെയിൻ ഏർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, കമ്പനി അത് എക്സിസ്റ്റിംഗ് കമ്പനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, പുതിയ കമ്പനിക്ക് ഉണ്ടാവില്ല. എക്സിസ്റ്റിംഗ് കമ്പനി ആണെങ്കിൽ ഇതൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ PATയിൽ നിന്ന് നമ്മൾ ആദ്യം പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് ഇൻകം അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അത് മുഴുവൻ നമ്മൾ എന്ത് കൊടുക്കില്ല, അത് മുഴുവൻ നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കില്ല. ആ ഒരു എമൗണ്ട്, ഇപ്പോൾ സപ്പോസ് ഒരു കമ്പനിയുടെ 10 lakhs ഉണ്ട് ഇൻകം അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, അത് മുഴുവൻ ഇക്വിറ്റി ഷെയർ ഹോൾഡർക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ പോലും ആ ഒരു കമ്പനി അത് മുഴുവൻ എന്തായിട്ട് കൊടുക്കില്ല, ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കില്ല. കാരണം എന്താ, കമ്പനിക്ക് എന്തെങ്കിലും ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ കമ്പനി അതിൻ്റെ പോർഷൻ എന്ത് ചെയ്യും, അത് റീറ്റെയിൻ ചെയ്യും അല്ലേ. എന്തിനു വേണ്ടിയിട്ട്, ഫ്യൂച്ചർ എക്സ്പാൻഷൻ പർപ്പസിന് വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ മെയിനായിട്ട് 3 ഡെപ്റ്റ്, പ്രിഫറൻസ് ഷെയർ, ഇക്വിറ്റി തന്നെ എന്താവാം, അത് റിട്ടേൺ ഏർണിങ്സ് ആവാം, ന്യൂ ആയിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതാവാം. പിന്നെ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ലോണോ ഡിബഞ്ചറോ ബോണ്ടോ അങ്ങനെ എന്തും ആവാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാം കോസ്റ്റ് എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ, അതിൻ്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെ കാണാം എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ ചെറിയൊരു പാറ്റേൺ നോക്കാം. സിമ്പിളായിട്ടൊന്ന് പറയാം, എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു 4 സ്റ്റെപ്പായിട്ടാണ് കാണുന്നതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ എവിടെ കാണും, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനൊക്കെ കാണുമ്പോൾ തന്നെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ഇതൊരു 4 സ്റ്റെപ്പുകളിലൂടെ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നമുക്കൊരു ടേബിൾ ഫോർമാറ്റിലേക്ക് മാറ്റാം. ആദ്യത്തെ നമ്മുടെ സോഴ്സസ്, അതായത് എന്ത് സോഴ്സാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ഇക്വിറ്റി ആണോ, ഡെപ്റ്റ് ആണോ, പ്രിഫറൻസ് ഷെയർ ആണോ, അല്ല അതിൽ തന്നെയുള്ള ഏതെങ്കിലും റിട്ടേൺ ഏർണിങ്സ് ആണോ, ഇനി പ്രിഫറൻസ് ഷെയർ തന്നെയാണെങ്കിൽ ഡെപ്റ്റ് തന്നെയാണെങ്കിൽ തന്നെ ലോൺ ആണോ, ഡിബഞ്ചർ ആണോ, ബോണ്ടുകളാണോ. ഈ ബോണ്ടുകളാണെങ്കിൽ തന്നെ അത് റെഡീം ചെയ്യുന്നതാണോ, അതോ ഇറഡീമബിൾ ആണോ, അതോ കൺവേർട്ടബിൾ ആണോ, അങ്ങനെയെല്ലാം നോക്കണം. പ്രിഫറൻസ് ഷെയറും അതുപോലെ തന്നെ എന്താണ്, അത് റെഡീമബിൾ ആണോ, ഇറഡീമബിൾ ആണോ, അങ്ങനെയുള്ള എല്ലാം നോക്കിയിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വരാം, വഴിയെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇതിനെ 3 ഡിവൈഡ് ചെയ്യുന്നു. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഒന്ന് ഡെപ്റ്റ്. സോ ഡെപ്റ്റ് മേ ബി ഞാൻ പറഞ്ഞു ലോണോ, ഡിബഞ്ചറോ, ബോണ്ടോ, റെഡീമബിളോ, ഇറഡീമബിളോ എന്തും ആകാം. അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. അടുത്തത്
പ്രിഫറൻസ് ഷെയർസ്. അടുത്തത് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, രണ്ടാമത്തെ പ്രിഫറൻസ് ഷെയർസ്. അതിൽ തന്നെ റെഡീമബിൾ ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് വഴിയെ പറയാം. മൂന്നാണ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഞാൻ പറഞ്ഞു, അത് വേണമെങ്കിൽ ന്യൂ ഷെയർ ആവാം, അല്ലെങ്കിൽ എന്താണ് റീറ്റെയിൻ ഏർണിങ്സ് ആവാം. കാരണം റീറ്റെയിൻ ഏർണിങ്സും ആക്ച്വലി ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇക്വിറ്റി അല്ലേ. ഇത് ആർക്ക് അവകാശപ്പെട്ടാണ്? നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് നോർമൽ കേസിൽ നമുക്ക് ഇക്വിറ്റീനെ റിട്ടേൺ ഏർണിങ്സിനെ എന്തായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം, ഇക്വിറ്റി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. എന്നാൽ ചില കേസുകളിൽ നമ്മളത് ഡിഫറെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. അത് എപ്പോഴാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ പറയാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഒന്ന് സോഴ്സസ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ഇത് ആദ്യമേ ഓർത്തിരിക്കണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2, സോഴ്സ് കഴിഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റ് എത്രയാണ് നമുക്കറിയാം. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട് അല്ലേ, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള കോസ്റ്റ് ഉണ്ട്. അപ്പോൾ അതെത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ ഇപ്പോൾ സിമ്പിളായിട്ട് ഞാനൊന്ന് പറയാം. എന്താണ്, ഒരു 10% ആണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ പ്രിഫറൻസ് ഷെയറിൻ്റെ ഒരു 12% ആണെന്ന് അസ്യൂം ചെയ്യുക. ഇക്വിറ്റി ഷെയറിൻ്റെ ഒരു 15% ആണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ ഇനി നമുക്ക് അറിയേണ്ട പ്രപ്പോർഷൻ. നമുക്കറിയാം ഒരു കമ്പനിയിൽ ഒരിക്കലും 100% ഡെറ്റോ 100% പ്രിഫറൻസോ 100% ഇക്വിറ്റി ആയിരിക്കില്ല അല്ലേ. ദർ വിൽ ബി എ പ്രപ്പോർഷൻ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓരോ കമ്പനിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ഡെപ്റ്റ് മാത്രമാണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ കോസ്റ്റ് 10 ആണ്, പ്രിഫറൻസ് മാത്രമാണെങ്കിൽ 12 ആണ്, ഇക്വിറ്റി മാത്രമാണെങ്കിൽ 15 ആണെന്ന് പറയാം. പക്ഷേ നമുക്കറിയാം ദർ വിൽ ഓൾവേസ് ബി എ ക്യാപിറ്റൽ സ്ട്രക്ചർ. അത് 1:1 ആവുന്ന യാതൊരു നിർബന്ധവും. അത് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയിൽ പഠിക്കുന്നുണ്ട് അല്ലേ. അതെങ്ങനെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ റിലവൻ്റ് ആണോ ഇറലവൻ്റ് ആണോ എന്നല്ല നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു കമ്പനിക്ക് എന്തുണ്ടായിരിക്കണം, ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ വെയിറ്റേജ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചറിനെയാണ് വെയിറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ അസ്യൂം ചെയ്യാണ് ഒരു 20% ഡെപ്റ്റ്, ഒരു 30% പ്രിഫറൻസ്, ബാക്കി 50% ഇക്വിറ്റി. ഓക്കെ, അപ്പോൾ ഇതുകൂടെ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ വെയിറ്റേജ് എപ്പോഴും 1 വരണം. പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ 100% വരണം. അപ്പോൾ ഇവിടെ ഞാൻ അസ്യൂം ചെയ്തു 20% ഡെറ്റ്, 30% പ്രിഫറൻസ്, 50% ഇക്വിറ്റി. ഓക്കെ, ദെൻ അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞു. മെയിനായിട്ടുള്ള 3 കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞു. സോഴ്സ് കിട്ടി, അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിച്ചു, വെയിറ്റേജ് കണ്ടുപിടിച്ചു. ഇനി ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, എന്ത് ചെയ്യുക, അതിന് നമുക്ക് എന്ത് വിളിക്കാം, വെയിറ്റഡ് കോസ്റ്റ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. 10 × 0.2 എത്രയാ, 2%. 12 × 0.3 3.6%. 15 × 0.5 എത്ര വരും, 7.5% അല്ലേ. അപ്പോൾ എത്രയായി, 7 × 3 10 12 13.1 അല്ലേ. 7.5 + 3.6 + 2 യെസ് 13 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു, വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞു. ഇത് എത്രയാ, 13.10%. ഇതിനെയാണ് നമ്മൾ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നൊക്കെ പറയുന്നത്. ഇതാണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ ഡിസ്കൗണ്ട് ഫാക്ടറായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലായിട്ട് ടൈം വാല്യൂ ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്നത് ഇങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്. ഓക്കെ, ഇത് മാത്രമല്ല നമ്മൾ ഒരുപാട് ഡിസിഷൻ നമ്മുടെ കോസ്റ്റ് എത്രയാണെന്ന് മനസ്സിലാക്കാനും എല്ലാം. അപ്പോൾ ഒരു എൻ്റെ കമ്പനിയുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇപ്പോൾ നമ്മൾ പഠിച്ചു. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ പറയുന്നുണ്ട് എന്താണ്, ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ ബെറ്റർ ആവും തോറും എന്ത് സംഭവിക്കും, നമ്മുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏറ്റവും കുറയും. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏറ്റവും കുറയുമ്പോഴാണ് കമ്പനിയുടെ വാല്യൂ ഏറ്റവും കൂടുന്നതെന്നൊക്കെ നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഇതെല്ലാം ഞാൻ അസ്യൂം ചെയ്ത വാല്യൂസ് ആണ്. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ പഠിക്കാൻ പോവാം. എങ്ങനെയാണ്, ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, ഓരോന്നിൻ്റെയും കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവാണ്. ഡെപ്റ്റിൻ്റെ കോസ്റ്റ് എങ്ങനെ കാണാം, അതുപോലെ പ്രിഫറൻസ് ഷെയറിൻ്റെ എങ്ങനെ കാണാം, ഇക്വിറ്റിയുടെ എങ്ങനെ കാണാം, അതിൽ തന്നെ റീറ്റെയിൻ ഏർണിങ്സിൻ്റെ എങ്ങനെ കാണാം, ഡെപ്റ്റ് ആണെങ്കിൽ ലോൺ ആണെങ്കിൽ എങ്ങനെ, ലോൺ ഒക്കെ നമ്മൾ പറഞ്ഞു, ടൈം വാല്യൂ ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞു. എങ്കിൽ പോലും നമുക്ക് ഡെപ്റ്റിൽ ലോൺ ആണെങ്കിൽ എങ്ങനെ കാണാം, ഡിബഞ്ചർ ആണെങ്കിൽ എങ്ങനെ കാണാം, അതിൽ തന്നെ റെഡീമബിൾ ആണോ ഇറഡീമബിൾ ആണോ കൺവേർട്ടബിൾ ആണോ, ഓക്കെ എല്ലാം നമുക്ക് വഴിയെ ചെക്ക് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ,
ഓക്കെ, ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. അത് ലോങ് ടേം ക്യാപിറ്റലുകളാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്, ഷോർട്ട് ടൈം അല്ല. 1 ഇയറിന് മുകളിൽ മെച്യൂരിറ്റി ഉള്ള ക്യാപിറ്റലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കോസ്റ്റ് കാണാനായിട്ട്. കാരണം ഇത് എന്തിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടാൽ നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനിൽ ഉപയോഗിക്കും അല്ലേ. അതുപോലെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ പറഞ്ഞു, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുന്ന തന്നെ മിനിമം കോസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്രൈസൽ ഓഫ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ പറയുക, നമ്മുടെ റേഷ്യോ കാര്യങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒപ്റ്റിമം ക്രെഡിറ്റ് പോളിസി അല്ലേ, അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് പോളിസി നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് പോളിസിയിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നില്ലേ, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കാണാനൊക്കെ ആയിട്ട്, അതായത് എന്താണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് കാണാനൊക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗമുണ്ട്. നമ്മൾ ഒരുപാട് അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻവെന്ററി മാനേജ്മെന്റ്, ഡിവിഡൻഡ് ഡിസിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിത് ഉപയോഗിക്കാം. ഓക്കെ, ഇനിയാണ് നമ്മൾ ഓരോന്ന് കാണാൻ പോവാണ്, ഓരോന്നിന്റെ കോസ്റ്റ് കാണാൻ പോവാണ്. അതിൽ ആദ്യമാണ് നമ്മൾ ഡെപ്റ്റിന്റെ കാണാം അല്ലെ. ആദ്യത്തെ ഡെപ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാണാം. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാണുമ്പോൾ മെയിൻ ആയിട്ട് 3 തരത്തിലുള്ള ഡെപ്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഇറഡീമബിൾ, അതായത് എന്താ, തിരിച്ചു കൊടുക്കണ്ട. നമ്മളൊരു ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു, അതിന് പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് റീപേ, അതിന്റെ ക്യാപിറ്റൽ റീപേ ചെയ്യേണ്ട ആവശ്യമില്ല. ലൈഫ് ലോങ് എന്ത് കൊടുത്തോണ്ടിരിക്കുക, ഇൻട്രസ്റ്റ് കൊടുത്തോണ്ടിരിക്കുക. അതാണ് ഇറഡീമബിൾ. രണ്ടാമത്തെ റെഡീമബിൾ. റെഡീമബിൾ എന്ന് പറഞ്ഞ പേര് തന്നെയുണ്ട്, ഒരു മെച്യൂരിറ്റി ഉണ്ടാവും. അപ്പോൾ ലോണൊക്കെ അങ്ങനെയാണ് അല്ലേ, അല്ലെങ്കിൽ നോർമൽ ബോണ്ടുകളൊക്കെ അങ്ങനെയാണ്. നമ്മളൊരു 10 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം മെച്യൂരിറ്റി എന്ത് ചെയ്യുന്നു, ലോൺ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു, ഇൻട്രസ്റ്റ് കൊടുക്കും. 5 കൊല്ലമാണെങ്കിൽ 5 കൊല്ലം ഇൻട്രസ്റ്റ് കൊടുക്കുന്നു, 5ാമത്തെ കൊല്ലം നമ്മൾ എന്ത് തിരിച്ചു കൊടുക്കുന്നു, ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്നു. അതാണ് റെഡീമബിൾ. അടുത്ത് കൺവേർട്ടബിൾ ബോണ്ടുകൾ. എന്താണ് കൺവേർട്ടബിൾ? നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാം, മെച്യൂരിറ്റി ആകുമ്പോൾ ക്യാഷ് കൊടുക്കുന്നതിന് പകരം വി വിൽ ഗെറ്റ് ആൻ ഓപ്ഷൻ ടു കൺവേർട്ട് യുവർ ബോണ്ട്സ് ഓർ ഡിബഞ്ചേഴ്സ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. അങ്ങനെ ആക്കാം. അപ്പോൾ മെയിനായിട്ട് 3 തരത്തിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ്? 1 ഇറഡീമബിൾ, 2 റെഡീമബിൾ, 3 കൺവേർട്ടബിൾ. ഓക്കെ, നോക്കാം. ഉണ്ടോ? അല്ല, ആദ്യത്തെയാണ് കേട്ടോ പെർപെച്വൽ ഇറഡീമബിൾ ഡെപ്റ്റ്. പെർപെച്വൽ എന്ന് പറഞ്ഞാൽ എന്താ, അത് ഇൻഡെഫിനിറ്റ്. നമ്മൾ പറഞ്ഞില്ലേ, പെർപെച്വൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഡെഫിനിറ്റ് പീരീഡ് ആണ്, ടൈം ഇല്ല. ഇറഡീമബിൾ സെയിം മീനിങ് തന്നെ. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ ഈസിയാണ്. എന്ത് ചെയ്യാം? ഓക്കെ, സപ്പോസ് നമ്മളൊരു 1 lakh rupees ഡിബഞ്ചർ ബോണ്ട് ഇഷ്യൂ ചെയ്തു, 1 lakh ഇഷ്യൂ ചെയ്തു. അറ്റ് എത്ര പെർസെൻറ്റേജ്? അറ്റ് സപ്പോസ് 10% ഇൻട്രസ്റ്റ്, അറ്റ് 10% ഇൻട്രസ്റ്റ്. ഓക്കെ, സോ നമ്മുടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ബിഫോർ ടാക്സ്, ടാക്സ് കൊടുക്കുന്നതിന് മുമ്പ് എത്ര വരും? നമ്മൾ 10,000 രൂപയാണ് കൊടുക്കേണ്ടത്. ₹10,000 ആണ് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. ഡിവൈഡഡ് ബൈ നമ്മുടെ അതിൻ്റെ വാല്യൂ, അതിൻ്റെ പ്രസന്റ്, അതിൻ്റെ എന്താ പറയുക, ഇഷ്യൂ പ്രൈസ്. ഓക്കെ, എത്രയാണ്? 1 lakh ആണ്. ₹1 lakh ഇൻറ്റു 100. നമ്മൾ ഇൻട്രസ്റ്റ് പറയുമ്പോൾ എപ്പോഴും പെർസെൻറ്റേജിലാണ് പറയുക. സോ അതിന് നമുക്ക് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ എന്ത് തന്നെ കിട്ടും? 10% തന്നെ കിട്ടും അല്ലേ. അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തത്? ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ എന്താ അസ്യൂം ചെയ്തത്, ഇതിൻ്റെ ഫേസ് വാല്യൂ 1 lakh ആണ്. 1 lakhന് തന്നെ നമ്മൾ ഇഷ്യൂ ചെയ്തു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയാണെന്ന് നിർബന്ധമില്ല. ഇത് ഇഷ്യൂ ചെയ്യുന്നത് എന്തായിരിക്കാം? പ്രീമിയത്തിലായിരിക്കാം അല്ലേ. 1 lakh വാല്യൂ ഉള്ളത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് എന്തിലായിരിക്കാം? പ്രീമിയത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന ഡിസ്കൗണ്ടിലായിരിക്കാം. പക്ഷെ സ്റ്റിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് എപ്പോഴും എന്തിലാണ്? ഫേസ് വാല്യൂലാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നു ഇതെന്താണ്? ഇഷ്യൂഡ് അറ്റ് 10% പ്രീമിയം ഉണ്ടോ? 10% പ്രീമിയം. അപ്പൊ നമ്മൾ എത്രയാ? നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട എത്ര തന്നെയാ? 10,000 തന്നെയാ. അത് വ്യത്യാസമില്ല. കാരണം എന്താ? ഫേസ് വാല്യൂലാണ് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടത് അല്ലേ. പക്ഷെ ഇത് ഇഷ്യൂ ചെയ്യുന്ന എത്രയിനായിരിക്കും? ഇഷ്യൂ ചെയ്യുന്നത് 10% പ്രീമിയത്തിലാണ്. അതേ എത്രയാ? 1,10,000 നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഇൻറ്റു 100 ഈക്വൽ ടു എത്രയാ നോക്കിയേ? 10,000 ഡിവൈഡ് ബൈ 1,10,000 അല്ലേ. എത്രയാ? 9.09%. കണ്ടോ മാറിയത്? കണ്ടോ? 10 ആയിരുന്നു കൂപ്പൺ, അല്ലെങ്കിൽ അതിന്റെ സ്റ്റേറ്റഡ് ഇൻട്രസ്റ്റ് 10 ആണ്. പക്ഷെ നമ്മുടെ ആക്ച്വൽ എഫക്റ്റീവ് റേറ്റ് എത്രയായിട്ട് മാറി? 9.09 ആയിട്ട് മാറി. ഇനി ഇഷ്യൂഡ് അറ്റ്
10% ഡിസ്കൗണ്ട്, ചിലപ്പോൾ ഇത് ഡിസ്കൗണ്ടിലായിരിക്കാം നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ എത്രയാ, ഇൻട്രസ്റ്റ് 10,000 തന്നെ കൊടുക്കണം. പക്ഷെ നമുക്ക് എത്രയേ കിട്ടുള്ളൂ, 90,000 കിട്ടുള്ളൂ. ബിക്കോസ് എന്താണ്, ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് അല്ലേ, ഇൻറ്റു 100. അപ്പോൾ എത്ര വരും നോക്കി, 10,000 ഡിവൈഡ് ബൈ 90,000 എത്ര വരും, 11.11% അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഇക്വേഷൻ ആയിട്ട് എഴുതാം, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആഫ്റ്റർ ടാക്സ് എന്താണ്, ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ, നമുക്കിതിനെ നെറ്റ് പ്രൊസീഡ്സ് എന്ന് വിളിക്കാം. നെറ്റ് പ്രൊസീഡ്സ് എന്താണ്, നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് അത് ചിലപ്പോൾ പ്രീമിയത്തിലായിരിക്കാം, ഡിസ്കൗണ്ടിലായിരിക്കാം, അതിന് ഇഷ്യൂ കോസ്റ്റുകൾ ഉണ്ടാവാം, അതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പൊ എന്താണ് നെറ്റ് പ്രൊസീഡ്സ്, ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് അല്ലേ. നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ പറഞ്ഞു അതെന്ത് എന്താ, ഇഷ്യൂ പ്രൈസ് മൈനസ് ഇഷ്യൂ കോസ്റ്റ്. കണ്ടോ, ഇത് ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ചെലവുകളൊക്കെ ഉണ്ടാവും ഇഷ്യൂ ചെയ്യാനായിട്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലെസ് ചെയ്യാം. അതായത് ഏത് മാത്രമേ എടുക്കാവുള്ളൂ, നമ്മുടെ കയ്യിലേക്ക് എത്ര കിട്ടുന്നു, അതാണ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻറ്റു 100 എന്തിനാണ്, പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി വളരെയധികം ശ്രദ്ധിക്കുക, ഇത് ബിഫോർ ടാക്സ് ആണ്, കാരണം ടാക്സിനെ പറ്റി ഞാൻ ഇവിടെ മിണ്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ കാണുന്നത് എന്താ, ആഫ്റ്റർ ടാക്സ്. കാരണം എന്തുകൊണ്ടാണ്, ഡെപ്റ്റ് ഒരു എക്സ്പെൻസ് ആണ്. ഈ എക്സ്പെൻസ് വരുമ്പോൾ കോസ്റ്റ് കൂടുകയും ഇൻകം, ടാക്സബിൾ ഇൻകം കുറയുകയും അങ്ങനെ നമ്മുടെ ടാക്സ് ലയബിലിറ്റി കുറയുകയും ചെയ്യും അല്ലേ. ഓക്കെ, ഒരു കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ്, സപ്പോസ് ഗ്രോസ് പ്രോഫിറ്റ് ഒരു 1 lakh. ഓക്കെ, ജനറൽ എക്സ്പെൻസ് ഒരു 50,000. സോ നെറ്റ് പ്രോഫിറ്റ് 50,000. ഒരു 50% ടാക്സ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ ടാക്സ് ആയിട്ട് പേ ചെയ്തത് എത്രയാണ്, 20. ഓക്കെ, ഒരു 40% ടാക്സ് മതി, 40% ടാക്സ്. സോ നമ്മൾ ടാക്സ് ആയിട്ട് പേ ചെയ്തത് 20,000. ഓക്കെ, ഇനി അടുത്ത കൊല്ലം ഇവർ ലോൺ എടുത്തു. അതായത് GP, ഗ്രോസ് പ്രോഫിറ്റ് എത്ര തന്നെയാണ്, 1 lakh തന്നെയാണ്. ജനറൽ എക്സ്പെൻസ് 50,000 തന്നെയാണ്. പക്ഷെ അവർ ലോൺ എടുത്തു. അപ്പോൾ ഒരു 1 lakh ലോൺ എടുത്തു. സപ്പോസ് അറ്റ് 10% ഇൻട്രസ്റ്റ് എത്ര കൊടുക്കേണ്ടി വന്നു, 10,000 ഇൻട്രസ്റ്റ് കൊടുത്തു. ഓക്കെ, സോ നെറ്റ് പ്രോഫിറ്റ് എത്രയായിട്ട് കുറഞ്ഞു, നെറ്റ് പ്രോഫിറ്റ് 50,000 വരെ എത്രയായുള്ളൂ, 40,000 അല്ലേ വന്നുള്ളൂ, 40,000 അല്ലേ വന്നുള്ളൂ. സോ നമ്മൾ അതിന്റെ 40% ടാക്സ് കൊടുക്കുമ്പോൾ എത്ര കൊടുത്താൽ മതി, 16,000 കൊടുത്താൽ മതി അല്ലേ. സോ നേരത്തെ നമ്മൾ എത്ര കൊടുത്തു, 20,000. ഇവിടെ നമ്മൾ എത്ര പേ ചെയ്തുള്ളൂ, 16,000. നമ്മൾ എത്ര സേവ് ചെയ്തു, 4,000 സേവ് ചെയ്തു. എന്തുകൊണ്ട്, ഇൻട്രസ്റ്റ് വന്നതുകൊണ്ട് അല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആക്ച്വലി നമ്മൾ ബാങ്കിലേക്ക് പേ ചെയ്തത് എത്രയാ, നമ്മൾ ബാങ്കിലേക്ക് പേ ചെയ്തത് 10,000. പക്ഷേ ടാക്സ് സേവിങ്സ് എത്ര കിട്ടി, 4,000. സോ എഫക്റ്റീവ്ലി നമുക്ക് എത്ര ചെലവ് വന്നുള്ളൂ, 6,000 അല്ലേ ചെലവ് വന്നുള്ളൂ. ആൻഡ് വാട്ട് ഈസ് ദ ലോൺ എമൗണ്ട്, 1 lakh ഇൻറ്റു 100. അപ്പൊ എത്രയാ, 6. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ടാക്സ് സേവിങ്സ് കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കോസ്റ്റ് 10 ഇല്ല, എത്രയേ ഉള്ളൂ, 6% ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, അത് 10 നമ്മൾ പേ ചെയ്തില്ലേ, യെസ് പേ ചെയ്തു, ബാങ്കിലേക്ക് നമ്മൾ പേ ചെയ്തു 10,000. പക്ഷെ അത് നമ്മൾ P&L കാണിച്ചു, എക്സ്പെൻസ് കൂടി, ഇൻകം കുറഞ്ഞു, ടാക്സ് കുറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ
സേവിങ് 1 rupee ഈസ് കൺസിഡേർഡ് ആസ് ഏണിംഗ് 1 rupee. സോ അത് നമ്മൾ സേവ് ചെയ്തതായിട്ട് അല്ലെങ്കിൽ ഏൺ ചെയ്തതായിട്ട് കണക്കാക്കാം. അപ്പോൾ നമ്മുടെ നെറ്റ് എഫക്ട് എത്രയേ ഉള്ളൂ? 6% ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ കാണേണ്ട ആവശ്യമില്ല. ഇത് കാണാൻ നമുക്ക് ഇക്വേഷനിലൊന്ന് ചേഞ്ച് വരുത്താം. ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 1 minus T, that is 1 minus tax ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ കണ്ടോ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ല, ഇത് നമ്മളുണ്ട്, ഇത് ബിഫോർ ടാക്സ് ആ, ടാക്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തും കൂടെ ചെയ്യണം? 1 minus T. ഇപ്പോൾ 40% ടാക്സ് എന്ന് വിചാരിക്കുക, 0.4 0.4 കണ്ടോ. അപ്പോൾ എത്ര വരും? 10 into 0.6 എത്രയേ വരുള്ളൂ? 6% നേരിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഷ്ടപ്പെട്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? നമുക്ക് കിട്ടിയ ആൻസറിനെ 1 minus T വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അടുത്തതിൻ്റെ വരുമ്പോഴോ 1 minus 0.4 ടാക്സ് അസ്യൂം ചെയ്യുക. അപ്പോൾ എത്ര വരും നോക്കിയേ? 9.09 into 0.6 എത്രയാ? 5.45. ഓക്കെ, അടുത്തത് 11.11 into 1 minus 0.4 എത്ര വരും? 11.11 into 0.6 എത്ര വരും? 6.66%. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇത് ഇറഡീമബിൾ ആണ്. റെഡീമബിൾ വരുമ്പോൾ മാറും. കണ്ടോ, അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ വളരെ ഈസിയാണ്. എന്താണ്? I/NP into 1 minus T. ഓക്കെ, ടാക്സ് ഇല്ലെങ്കിൽ പ്രശ്നമില്ല, ടാക്സ് ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എന്താണ്? ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ NP ഇൻറ്റു 1 minus T. കണ്ടോ, കോസ്റ്റ് ഓഫ് ഡെറ്റ് ആഫ്റ്റർ ടാക്സ്, ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് കാണുമ്പോൾ എപ്പോഴും ഫേസ് വാല്യൂ വേണം കാണാനായിട്ട്. നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഓൾ എക്സ്പെൻസസ്. അത് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് മാർക്കറ്റ് പ്രൈസ് എന്തായിട്ട് ഉപയോഗിക്കാം? മാർക്കറ്റ് പ്രൈസ് നമുക്ക് NP ആയിട്ട് ഉപയോഗിക്കാം. ഫേസ് വാല്യൂ മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ആണ് നമ്മൾ NP ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. T മീൻസ് ടാക്സ് റേറ്റ്. ഓക്കെ, നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ശ്രദ്ധിച്ചേ. എക്സ് ലിമിറ്റഡ് ഹാസ് 10% പെർപെച്വൽ ഡെറ്റ് എന്ന് വെച്ചാൽ ഇറഡീമബിൾ ആണ്. 1 lakh. ദ ടാക്സ് റേറ്റ് 35%. Determine the cost of capital before tax as well as after tax, assuming the debt is issued at par, at 10% discount, at 10% premium. അല്ല, അപ്പോൾ ഓരോ നമ്മൾ ചെയ്ത അതേ പ്രോബ്ലം തന്നെയാണ്. ടാക്സ് മാത്രം വ്യത്യാസമേ ഉള്ളൂ. എത്രയാ? എത്രയാ? ഇൻട്രസ്റ്റ് എത്രയാ? 10,000 അല്ലേ, ഡിവൈഡഡ് ബൈ എത്ര വരും? ഇഷ്യൂഡ് അറ്റ് പാർ. അപ്പോൾ എത്ര തന്നെ വരും? 1 lakh ഇൻറ്റു 100. അത് ഒറ്റടിക്ക് ചെയ്യണമെങ്കിൽ ഒറ്റടിക്ക് ചെയ്യാം, അല്ലെങ്കിൽ അത് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ കൺവേർട്ട് ചെയ്യാം. എത്രയാ? ഇൻറ്റു 1 minus 0.35 അല്ലെ, എത്രയാ നോക്കിയേ. അപ്പോൾ 10,000 ഡിവൈഡ് ബൈ 1 lakh എന്ന് പറയുമ്പോൾ 10% വരും. ഇൻറ്റു 0.65 എത്ര വരും? അപ്പോൾ നമുക്ക് 6.5%. ഓക്കെ, അടുത്തത് സെയിം തന്നെ. 10,000 ഡിവൈഡഡ് ബൈ എത്രയായിരുന്നു? 10% ഡിസ്കൗണ്ട് അല്ല, അപ്പോൾ എത്ര വരും? 90,000. വേണമെങ്കിൽ ഇവിടെ തന്നെ 1 minus T ചെയ്യാം. 0.35 ഇൻറ്റു 100. അത് പിന്നെ പെർസെൻറ്റേജ് മാറ്റിയാലും മതി. അപ്പോൾ എത്ര വരും നോക്കിയേ? 1 lakh 10,000 ഡിവൈഡ് ബൈ 90,000 ഇൻറ്റു 0.65 ഇൻറ്റു 100 എത്ര വരും? 7.22%. ഓക്കെ, അടുത്തത് 10,000 ഡിവൈഡഡ് ബൈ 10% പ്രീമിയം. 1 lakh 10,000 ഇൻറ്റു 1 minus T. 1 minus 0.35 into 100. അപ്പോൾ എത്രയായി? 10,000 ഡിവൈഡ് ബൈ 1 lakh 10,000 into 0.65 into 100. 5.09. ഇതിനകത്ത് ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും കാണാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ആദ്യം ബിഫോർ ടാക്സ് കണ്ടു, അത് കഴിഞ്ഞിട്ട് അതിനെ 1 minus T വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അത് എങ്ങനെ ഒറ്റടിക്ക് കാണാൻ പറയുകയാണെങ്കിൽ നോർമലി അങ്ങ് ചെയ്തു പോയാൽ മതി. ഓക്കെ,
ഓക്കെ, അടുത്ത് നോക്കാം. 2 നോക്കാം. 5 years ago KPM Limited issued 12% irredeemable debenture of at 105 at premium to their par value 100. 100 ആണ് par value. അത് പ്രീമിയത്തിൽ 105 വിറ്റത്. ദ കറണ്ട് മാർക്കറ്റ് പ്രൈസ് അത് 5 കൊല്ലം മുമ്പാണ്. അപ്പോൾ നമ്മൾ അത് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കറണ്ട് ഇന്നത്തെ വാല്യൂ ആണ് അല്ലേ. നമുക്ക് ശ്രദ്ധിക്കുക, നമ്മളെപ്പോഴും കോസ്റ്റ് ആണ് കറണ്ട് കോസ്റ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഡേറ്റ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതല്ല കറണ്ട് പ്രൈസ്. അത് പറയാം. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് 100 ഇഷ്യൂ പ്രൈസ് ഫേസ് വാല്യൂ, 105 ഇഷ്യൂ ചെയ്തത്. പക്ഷെ അത് 5 കൊല്ലം മുമ്പാന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിനിവിടെ റിലവൻ്റ് അല്ല. നമ്മൾ ഇന്നത്തെ പ്രൈസ്. അപ്പോൾ ഇന്നത്തെ പ്രൈസ് എന്താ? കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാ? 95 rupees. The company pays corporate tax at 35%. What is the current cost of debenture? അല്ലെ, അപ്പം നോക്കി എന്ത് ചെയ്യാം, നമ്മൾ ഫേസ് വാല്യൂലാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. അതിൽ വ്യത്യാസമൊന്നുമില്ല, 12 ഡിവൈഡഡ് ബൈ, ഞാൻ പറഞ്ഞു ഇത് കറണ്ട് വാല്യൂ ആണ് കാണേണ്ടത്. സോ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആണ് എടുക്കേണ്ടത്. ഇൻറ്റു 100 ബിഫോർ ടാക്സ് എത്ര വരും നോക്കിയേ? 12 ഡിവൈഡ് ബൈ 95%. എത്ര വരും? 12.63% ബിഫോർ ടാക്സ് ഇൻറ്റു 1 മൈനസ് 0.35. മാർക്കരുത്, ഡെപ്റ്റ് മാർക്കരുത്, ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഇൻറ്റു 0.65 എത്ര വരും? 8.21%. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, പഴയതൊക്കെ ആണെങ്കിൽ അത് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കറണ്ട് പ്രൈസ് ആണ് എടുക്കേണ്ടത്. കാരണം 5 കൊല്ലം മുമ്പത്തെ കോസ്റ്റ് അല്ല, നമ്മൾ കാണുന്നത് ടുഡേയ്സ് കോസ്റ്റ് ആണ്. ഇപ്പോഴത്തെ എന്ത് കോസ്റ്റ് ആണെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞു എക്സ് ലിമിറ്റഡ് കീപ്സ് ആൻഡ് പെർപെക്ച്വൽ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഡെപ്റ്റ് ഇൻ ഇറ്റ്സ് ബുക്ക്. ഇറ്റ് പേസ് കൂപ്പൺ. കൂപ്പൺ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് 15%. ഇറ്റ് debt sell at par in the market. What is the cost of debt if a firm pays 35% tax? What is the cost of debt if sell at a 5% premium or at 5% discount to face value? ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഇതിൽ ഫേസ് വാല്യൂ തന്നിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഇൻട്രസ്റ്റ് കാണുന്നത് പെർസെൻറ്റേജ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒരു 100 രൂപ എന്നോ അല്ലെങ്കിൽ 1000 രൂപയെന്നോ നിങ്ങൾ ഫേസ് വാല്യൂ ആയിട്ട് അസ്യൂം ചെയ്തോ, എന്നിട്ട് അങ്ങ് ചെയ്താൽ മതി. കാരണം 100 ചെയ്താലും 1000 ചെയ്താലും ഫൈനൽ പെർസെൻറ്റേജ് സെയിം ആയിരിക്കും. ഓക്കെ, വേണമെങ്കിൽ പറഞ്ഞ് ഞാൻ ചെയ്ത് കാണിക്കാം. എന്താണ് ആദ്യത്തെ? എത്ര? കൂപ്പൺ 15 അല്ലേ. കൂപ്പൺ 15. അപ്പോൾ 100 ഫേസ് വാല്യൂ ഞാൻ അസ്യൂം ചെയ്യുന്നു. സോ ഇൻട്രസ്റ്റ് വരുന്നത് എത്രയാണ്? ഇൻട്രസ്റ്റ് വരുന്നത് 15 ഡിവൈഡഡ് ബൈ എത്രയാണ്? ഇഷ്യൂഡ് അറ്റ് പാർ ഞാൻ 100 തന്നെ എടുക്കുന്നു. ഇൻറ്റു 1 മൈനസ് ടി, ടാക്സ് റേറ്റ് എത്രയാ? 1 മൈനസ് 0.35. ഇനി ഇൻറ്റു 100 പെർസെൻറ്റേജിലേക്ക് മാറ്റാനായിട്ട് ഇൻറ്റു 100. അപ്പോൾ എത്രയാ? 15 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 0.65 ഇൻറ്റു 100 എത്ര വരും? 9.75. ഓക്കെ, ഇങ്ങനെ അതെല്ലാം ചെയ്ത് നോക്കിയാൽ മതി. ഇങ്ങനെയെല്ലാം ചെയ്ത് നോക്കിയാൽ മതി. കണ്ടോ, ബാക്കിയൊക്കെ നോർമലി. പ്രീമിയം എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ സെയിം തന്നെയായിരിക്കും, ഡിനോമിനേറ്റർ 105 ആവും. ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ സെയിം തന്നെ, ഡിനോമിനേറ്റർ 95 ആവും. അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്തത് റെഡീമബിൾ. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഇറെഡീമബിൾ, ഇനി റെഡീമബിൾ. Bishwas, the best coaching by chartered accountants for CA and CMA. Excellent research including all India ranks. Bishwas, the best option for CA and CMA.